കന്യാചരിതം സുകന്യക നല്ലൊരു പെൺകുട്ടി എന്നർത്ഥം. ശര്യാദി എന്നൊരു രാജാവുണ്ടായിരുന്നു പണ്ട്. ആ ശര്യാദി രാജാവിൻ്റെ മകളാണ് സുകന്യ. ഈ സുകന്യ വളർന്നു വരുന്നു, യൗവനയുക്തയായി തീർന്നപ്പോൾ ഒരിക്കൽ ഇവരൊക്കെ കൂടി നായാട്ടിന് പോവാണ്. രാജാവ് നായാട്ടിന് പോകുമ്പോൾ ഈ കുടുംബസമേതാണ് ഇവരൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്. പുരുഷന്മാരെല്ലാം ഉള്ളിലെ കാട്ടിലേക്ക് പോയപ്പോൾ ഇവർ പെൺകുട്ടികളും അമ്മമാരൊക്കെ ഒരു ഉപവനത്തിൽ, ഉപവനം എന്ന് പറഞ്ഞാൽ വലിയ കാടല്ല, ഒരു പൂന്തോട്ടം പോലത്തെ സ്ഥലം, അവിടെ ഇങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ വിചിന്വന്തി എന്നാണ് പറഞ്ഞ വാക്ക്. വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തോ ഒന്ന് തിളങ്ങുന്നതായിട്ട് കണ്ടു. ആ കണ്ടു നോക്കുമ്പോൾ അതിൽ ഒരു മുള്ളെടുത്തിട്ട് വെറുതെ തട്ടി നോക്കി. അതിൽ നിന്ന് രക്തം വരുന്നുണ്ടോ എന്നൊക്കെ സംശയം തോന്നി. അവർക്ക് പേടിയായി. അവർ വേഗം തിരിച്ചു പോന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുതിർന്നവരൊക്കെ നായാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അവർ എന്തെന്നില്ലാത്ത അസ്വസ്ഥത. തിരിച്ചെത്തുന്നവർക്കൊക്കെയും ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ആകെപ്പാട വനവേശം. എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. എല്ലാവർക്കും ഉണ്ടായി. അവ അന്വേഷിച്ചപ്പോൾ രാജാവ് ചോദിച്ചു, ഇവിടെ ഒരു ആശ്രമമുണ്ട് അടുത്ത്, ആ ആശ്രമത്തിൽ നിങ്ങൾ ആരെയും പോയിട്ട് വല്ല അബദ്ധവും കാണിച്ചോ എന്ന് ചോദിച്ചപ്പം ഈ സുകന്യ വന്നിട്ട് ഈ സംഭവം പറഞ്ഞു. ഒരു മൺപുറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് തിളങ്ങുന്ന എന്തോ ഒന്ന് കണ്ടു, തട്ടി നോക്കിയപ്പോൾ ചോര വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? മഹർഷി ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക ചെയ്തത്. എന്നിട്ട് അവർ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നത്. നോക്കൂ, ഏതായാലും അവിടെ ചെന്നിട്ട് മഹർഷിയുടെ കാൽക്കൽ പോയിട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. മഹർഷി ചോദിച്ചു ക്ഷമിക്കണമെന്ന് മറ്റു വല്ല കാര്യമുണ്ടോ? കണ്ണ് കുത്തിപ്പൊടിച്ചിട്ട് ക്ഷമിക്കണമെന്ന് മറ്റെന്താ കാര്യം? ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പോയ കണ്ണ് തിരിച്ച് കിട്ടുമോ? ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടുമോ കണ്ണ്? അപ്പം അതുകൊണ്ട് ക്ഷമിക്കണേ എന്നുള്ള വർത്തനമൊന്നും ആവശ്യമില്ല. ആരാണോ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് അവൾ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇടിവെട്ട് പോലത്തെ ഒരു വാർത്തയാണ്. മഹർഷി തന്നെ വളരെ വൃദ്ധൻ, കാണാൻ യാതൊരു ഭംഗിയില്ല. ഇപ്പോഴവിടെ കണ്ണും പോയി. അന്ധനായ വൃദ്ധനായ ഒരാൾക്ക് എങ്ങനെ രാജകുമാരിയെ കൊടുക്കും? അപ്പോഴാണ് സുകന്യയുടെ കേരളത്തിൽ സുകന്യ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ നിന്നോളാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട്. കാര്യം ഞാനാണല്ലോ ഈ തെറ്റ് ചെയ്തത്, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾക്കൊക്കെ സുഖാവട്ടെ എന്ന് പറഞ്ഞ് സുകന്യയെ അവിടെ വിവാഹം കഴിച്ചു കൊടുത്ത് അവരൊക്കെ പോയി. പിന്നെ ഈ സുകന്യയുടെയും ഈ മഹർഷിയുടെ പേര് ച്യവനൻ എന്നാണ്. ച്യവന മഹർഷി. ആ ച്യവന മഹർഷിയുടെ കൂടെ ജീവിതം ആരംഭിച്ചു. എങ്ങനെയാണ് സുകന്യ ജീവിക്കേണ്ടത്? നാശം, ദുരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേണ്ടത്. കാരണം കാല് തെറ്റിയിട്ട് ഒരു പൊട്ടക്കുഴി പോയി വീണ പോലെയാണ് കല്യാണം കഴിച്ചത്. നിർത്തിയില്ലാണ്ട് പറ്റിയതാണ്. പക്ഷേ ആ സുകന്യ വളരെ മാന്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു വന്നത്, സേവിച്ചു വന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ അതിലൂടെ പോവുകയായിരുന്നു നാസത്തിനും ദസ്രനും, രണ്ടുപേര്. അവരെ പറയുന്ന പേര് അശ്വിനി ദേവന്മാരെന്നാണ്. അശ്വിനി ദേവന്മാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ വിവാഹ ജീവിതം കണ്ടു. മുത്തശ്ശനും പേരെക്കുട്ടിയും തോന്നുന്നു കണ്ടാൽ. അത്രയ്ക്കുണ്ട് പ്രായ വ്യത്യാസം. പക്ഷേ പെരുമാറ്റം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ചോദിച്ചു, എന്താ കാര്യം? അപ്പം പറഞ്ഞു, കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനൊന്നും പറയാൻ പാടില്ല, ഇദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്, തപസ്വിയാണ്, മഹർഷി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അശ്വിനി ദേവന്മാർ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാമെങ്കിൽ നിങ്ങളുടെ ഈ വാർദ്ധക്യവും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും അന്ധത പോലും ഞങ്ങൾ മാറ്റിത്തരാം. അവർ ദേവലോകത്തെ ചികിത്സകന്മാരാണ്, വൈദ്യന്മാരാണ്. അപ്പോൾ എന്താ അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം ദേവലോകത്ത് ചികിത്സയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ദേവന്മാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയില്ല. പന്തിഭോജനം കേട്ടിട്ടുണ്ടോ? പണ്ട് പന്തിഭോജനം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. പണ്ടേ തമാശയായിട്ട് ചില കവികൾ പറഞ്ഞിട്ടുണ്ട്, കളിയും ചിരിയും ഒന്നിച്ച് തീറ്റിയും കുടിയും വെവ്വേറെ. അങ്ങനെയാണ് പറയുക. അതായത് കളിയൊക്കെ ഉണ്ടാവും, ഒന്നിച്ച് കളിക്കും. കുറച്ച് കഴിഞ്ഞ് കളിയൊക്കെ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? എന്നാൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോകും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഭക്ഷണം കഴിക്കാൻ രണ്ട് വഴിക്ക് തിരിയും. അപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കില്ല. ജാതിബോധം വളരെ കലശലാണ്. അത് ദേവന്മാർക്കിടയിൽ പോലും ഉണ്ട് താൻ. പക്ഷേ ഇതിൻ്റെ വിഡ്ഢിത്തം ആലോചിച്ച് നോക്കും. ദേവന്മാർക്കിടയിലെ ചികിത്സകന്മാരാണ് ഇവർ. ചികിത്സകന്മാർ മോശക്കാരാണ്. ചികിത്സകന്മാരെന്ന് പറഞ്ഞാൽ വലിയൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അധ്വാനിക്കുന്നവരെ കുറിച്ച്, കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യുന്നവരെ കുറിച്ച് മൊത്തത്തിലുള്ളൊരു സങ്കല്പം എന്താണ്? ഇവരൊക്കെ മോശക്കാരെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു വിഡ്ഢിത്താണ്. ഇത് കേരളത്തിലെ നമ്പൂതിരിമാർക്കിടയിലും ഉണ്ടായിരുന്നു. ചികിത്സകന്മാരായ ചില ബ്രാഹ്മണരുണ്ടായിരുന്നു കേരളത്തിൽ, ഇപ്പോഴും ഉണ്ട്. ആ നമ്പൂതിരിമാരെ കുറിച്ച് ബാക്കിയുള്ളവരുടെ വിചാരം എന്താണ്? ഇവരൊക്കെ കാരണം മാംസവും രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് അധ്വാനിക്കുന്നവരൊക്കെ മോശം, ഭക്ഷണം കഴിക്കുന്നവൻ കേമൻ. അതൊരു വല്ലാത്തൊരു പ്രതിലോഭകരമായ വിചാരമാണ്. അങ്ങനെ പാടില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും അവരെ കാൽക്കൽ പോയി തടവി കൊടുക്കണമെന്നോ അവരെ ഇങ്ങനെ കണ്ടാൽ എപ്പോഴും നമസ്കരിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവരെ നിന്ദിക്കാതിരിക്കുകയെങ്കിലും വേണം. കടത്തനാട്ട് മാധവി അമ്മയുടെ ഒരു കവിതയുണ്ട്. അതിൽ പറയും, പാടത്ത് പണിയുന്ന സാധാരണക്കാരായ സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഈ അമ്മയ്ക്ക് ചേർക്കൊണ്ടിൽ താഴ്ത്തുമ്മി കയ്യുകളല്ലയോ ഭാര്യൻ്റെ നന്മയെ വാർത്തെടുപ്പൂ. ഈ ചെളിയിൽ മുട്ടറ്റൻ ചെളിയിൽ നിന്നിട്ട് കഷ്ടപ്പെടുന്ന ഇവരാണ് നമുക്ക് ഉണ്ണാനുള്ള ചോറ്
വെളുത്ത ചോറ് കിട്ടണമെങ്കിലേ ഇവർ ചെളി കളിക്കണം. ഈ ബോധം എപ്പോഴും ഉണ്ടാവണ്ടേ? അതില്ല എന്നർത്ഥം. ആ ദേവന്മാർക്ക് പോലുമില്ല, പിന്നെ മനുഷ്യന്മാരുടെ കാര്യം. അപ്പോൾ അത് പരിഹരിക്കാൻ എന്താ വഴി? ശരി, നോക്കാമെന്ന് പറഞ്ഞു. ഒരു യാഗം ചെയ്തു. യാഗത്തിൻ്റെ ഭാഗമായി എല്ലാ ദേവന്മാരെയും ഒരേ വേദിയിലിരുത്തി എല്ലാവർക്കും ഒന്നിച്ച് ഹവിസ് വിളമ്പുന്നു. ഇന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ നടപ്പില്ല, ഒന്നും സാധിക്കില്ല, ഇതൊക്കെ പണ്ട് എങ്ങനെയൊന്നല്ല പരിപാടി എന്നൊക്കെ പറഞ്ഞു. ഒന്നും നോക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ധീരമായ തീരുമാനമാണ്. ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നത്തോടു കൂടിയിട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചു. തിരിച്ചിങ്ങോട്ട് സഹായിക്കണ്ടേ? ചികിത്സ ആരംഭിച്ചു. ചികിത്സയുടെ ഒരു പ്രത്യേകമായ ഘട്ടത്തിലെത്തിയപ്പോൾ 3 പേരും കൂടി ഒരു തടാകത്തിൽ ഇറങ്ങി മുങ്ങി. എന്നിട്ട് 3 പേരും കൂടി ഒന്നിച്ച് പൊങ്ങി വന്നു. 3 പേരും ഒന്നിച്ച് സുകന്യയോട് പറഞ്ഞു, അല്ലയോ സുകന്യെ, നീ നിൻ്റെ പാതിവ്രത്യത്തിൻ്റെ ശക്തി കൊണ്ട് നിൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. സുകന്യ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അതിസുന്ദരനായിട്ടുള്ള ആ ഭർത്താവിൻ്റെ കൂടെ ശേഷിച്ച കാലം സുകന്യ ജീവിച്ചു വന്നു എന്നാണ് കഥ. ഇതാണ് കഥ. എന്തെങ്കിലും മനസ്സിലാക്കേണ്ട ആശയം? ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റ് ആദ്യം അംഗീകരിക്കണം. ഞാൻ ചെയ്തതാണെന്ന് വിചാരിക്കണം. അതിന് പകരം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് തർക്കിച്ച് ചെയ്യരുത്. ആദ്യം അഡ്മിറ്റ് ചെയ്യണം, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് വിചാരിക്കണം. ഇനി ആ തെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവം എന്താണോ അത് എന്തായാലും അത് സ്വീകരിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാവുകയും വേണം. സുകന്യ കല്യാണം കഴിച്ചു. പിന്നെ എന്തുണ്ടായി? നാശം ദുരിതം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് വല്ല പൊട്ടക്കല്ലും കൊണ്ട് താഴ്ത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? ആലോചിച്ചു. ഇതൊക്കെയല്ലേ ഇന്ന് പലപ്പോഴും കാണുന്നത്. അപ്പോഴാണ് വളരെയധികം ക്ഷമയോടെ, ശക്തമായ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നു. കാത്തിരുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം തന്നെ മാറിയിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരാശയം ഇത് മാത്രമാണ്: ക്ഷമയും അതുപോലെ കാത്തിരിപ്പും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ജീവിതം ദുരന്തമായി തീരും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തെയും നമുക്ക് നിസ്സാരമായിട്ട് തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ പറ്റും. കാത്തിരിക്കാനും ക്ഷമിക്കാനും പറ്റണം. അഥവാ കാത്തിരിക്കാനുള്ള എല്ലാ സൗകര്യവും നൽകി തരുന്ന ഒരു വിഷയം ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ കാത്തിരിക്കാം. ചിന്തിക്കൂ, ക്ഷമയില്ലാത്തതുകൊണ്ടല്ലേ കാത്തിരിക്കാൻ താല്പര്യമില്ലാതെ പോകുന്നത്. കാത്തിരുന്ന് കിട്ടുമ്പോഴല്ലേ സുഖം. വിചാരിക്കുമ്പോഴത്തേക്കും കിട്ടിക്കൊണ്ടിരുന്ന എന്തിനെങ്കിലും ഒരു വില ഉണ്ടാവുകയാണ്. വില ഉണ്ടാവണം എന്ത് ചെയ്യണം? കാത്തിരുന്ന് കിട്ടണം അർത്ഥം. അപ്പോൾ ഈ ക്ഷമയും കാത്തിരിപ്പും, അതാണ് അവിടെ സുകന്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം.